സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമ പ്രേമിയാണോ എങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഒപ്പം വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക. ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സിനിമയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, തീർച്ചയായും കാണുക. ഇനി സിനിമയിലോട്ട് വരാം. നിഖിൽ നാഗേഷ് ഭട്ട് രചനയും സംവിധാനവും നിർവഹിച്ച് ധർമ്മ പ്രൊഡക്ഷൻസും സിക്യ എന്റർടൈൻമെന്റും ചേർന്ന് നിർമ്മിച്ച 2023 ഒരു ഇന്ത്യൻ ഹിന്ദി ഭാഷാ ആക്ഷൻ ത്രില്ലർ ചിത്രമാണെങ്കിൽ 1995 ഭട്ട് അനുഭവിച്ച ഒരു ട്രെയിൻ കൊള്ളയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഈ ചിത്രത്തിൽ ലക്ഷ്യ, രാഘവ് ജുയാൽ, ആശിഷ് വിദ്യാർത്ഥി, ഹർഷ് ഛായ, ധന്യ മണിക്തൽ, അഭിഷേക് ചൗഹാൻ എന്നിവർ അഭിനയിക്കുന്നു. 2023 സെപ്റ്റംബർ 7 ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ കിൽ പ്രദർശിപ്പിച്ചു. അവിടെ പീപ്പിൾസ് ചോയ്സ് അവാർഡ് മിഡ്നൈറ്റ് മാഡ്നെസ് എന്ന വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടി. 2024 ജൂണിൽ ട്രിബെക്ക ഫിലിം ഫെസ്റ്റിവലിലും ഇത് പ്രദർശിപ്പിച്ചു. 2024 ജൂലൈ 5 തിയേറ്ററിൽ റിലീസ് ചെയ്തു. നിരൂപകരിൽ നിന്ന് നല്ല അവലോകനങ്ങൾ ലഭിച്ചു. 40 കോടി ബജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം 47.12 കോടി നേടി. NSG കമാൻഡോയായ അമൃത് റാത്തോഡും സഹപ്രവർത്തകനായ വിരേഷും ഹിമാചൽ പ്രദേശിലെ പാലംപൂരിലേക്ക് മടങ്ങുന്നു. ശക്തനായ ഒരു ബിസിനസ് ടൈക്കൂൺ ബൽദേവ് സിംഗ് താക്കൂറിന്റെ മകളായ തന്റെ കാമുകി തുലിക സിംഗുമായി അമൃത് ദീർഘകാല ബന്ധത്തിലായിരുന്നു. ഒരു ദിവസം ബൽദേവ് മറ്റൊരു പുരുഷനുമായി തുലികയുടെ വിവാഹനിശ്ചയം ക്രമീകരിക്കുന്നു. ഇത് അമൃതിനെയും വിരേഷിനെയും വിവാഹനിശ്ചയത്തിനായി റാഞ്ചിയിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നു. റാഞ്ചിയിൽ അമൃത് തുലികയോട് തന്നോടൊപ്പം ഒളിച്ചോടാൻ അപേക്ഷിക്കുന്നു. പക്ഷേ ബൽദേവിന്റെ പ്രത്യാഘാതങ്ങൾ ഭയന്ന് അവൾ നിരസിക്കുന്നു. അടുത്ത ദിവസം തുലികയും കുടുംബവും റാഞ്ചിയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കുള്ള ഒരു സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനിൽ കയറുന്നു. അവരറിയാതെ അമൃതും വിരേഷും ട്രെയിനിൽ കയറുന്നു. യാത്രയ്ക്കിടെ തുലികയോട് പ്രണയാഭ്യർത്ഥന നടത്താൻ അമൃത് അവസരം ഉപയോഗിക്കുന്നു. എന്നിരുന്നാലും ട്രെയിൻ ഡാൽട്ടോൺഗഞ്ച് സ്റ്റേഷനിൽ എത്തുമ്പോൾ തന്ത്രശാലിയായ ഫാനി ഭൂഷന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം സായുധ കൊള്ളക്കാർ ട്രെയിനിൽ കയറുന്നു. പ്രത്യേക കോച്ചുകൾ കൊള്ളയടിച്ച് വേഗത്തിൽ രക്ഷപ്പെടുക എന്നതാണ് അവരുടെ പദ്ധതി. കുപ്രസിദ്ധ കൊള്ള നേതാവായ ഫാനിയുടെ പിതാവ് ബേനി ഭൂഷണും അവരുടെ സംഘത്തിലെ മറ്റ് അംഗങ്ങളും അവരുടെ രക്ഷപ്പെടൽ പദ്ധതിയുമായി അവരെ കാത്തിരിക്കുന്നു. അവർ രക്ഷപ്പെടുന്നതുവരെ അവരുടെ കവർച്ചയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവരുന്നത് തടയാൻ അവരുടെ കൈവശം ജാമറുകളുമുണ്ട്. കവർച്ചയ്ക്കിടെ ബൽദേവ് സിംഗ് താക്കൂർ ട്രെയിനിൽ ഉണ്ടെന്ന് ഫാനി മനസ്സിലാക്കുന്നു. ബൽദേവിനെയും കുടുംബത്തെയും തട്ടിക്കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിക്കുന്നു. പക്ഷേ അമൃതും വിരേഷും ചേർന്ന് അയാളെ ആക്രമിക്കുന്നു. ഈ സംഘർഷത്തിൽ തുലികയുടെ അമ്മയെ രക്ഷിക്കാൻ ഫാനിയുടെ അമ്മാവനും ബെനിയുടെ സഹോദരനുമായ ബബ്ബനെ വീരേഷ് കൊല്ലുന്നു. ഇതിൽ പ്രകോപിതനായ ഫാനിയും ബബ്ബന്റെ മകൻ രവിയും മറ്റു കൊള്ളക്കാരോടൊപ്പം പ്രതികാരം ചെയ്യാൻ കവർച്ച ഉപേക്ഷിക്കുന്നു. അമൃതും വിരേഷും ഏതാനും കൊള്ളക്കാരുമായി പോരാടുന്നു. തുടർന്ന് ഫാനി ഒരു കുട്ടിയെ ബന്ദിയാക്കി അവരെ തടയാൻ ഉപയോഗിക്കുന്നു. തുടർന്ന് വീട്ടിൽ നിർമ്മിച്ച തോക്ക് ഉപയോഗിച്ച് വീരേഷിനെ വെടിവയ്ക്കുന്നു. പക്ഷേ അയാൾക്ക് അത് കാണാൻ കഴിയില്ല. പരിക്കേറ്റ ഒരു വീരേഷിനെ ഫാനി പിടികൂടുന്നു. അതേസമയം അമൃത് രവിയെ ബന്ദിയാക്കുന്നു. ട്രെയിനിൽ എവിടെയോ കുടുങ്ങിക്കിടക്കുന്ന തുലികയുടെ സഹോദരി അഹാനയെ അമൃത് തിരയുന്നു. ഒടുവിൽ ബബ്ബന്റെ മരണവാർത്ത അറിഞ്ഞയുടൻ ബെനിയും മറ്റു കൊള്ളക്കാരും കപ്പലിൽ കയറുന്ന റെയിൽവേ ക്രോസിംഗിൽ ട്രെയിൻ നിർത്തുന്നു. ഒന്നിലധികം കൊള്ളക്കാരുമായി പോരാടുന്ന അമൃതിനെ പിടികൂടാൻ ഫാനി വിരേഷിനെ ഒരു ഇരയായി ഉപയോഗിക്കാൻ പദ്ധതിയിടുന്നു. തുടർന്ന് സംഘത്തിന്റെ ചുമതലക്കാരനായ സിദ്ധിയുടെ കൈകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. അവിടെ വിരേഷിനെയും അമൃതിനെയും സഹായിക്കുന്നതിനിടെ സഹയാത്രികയായ ആരിഫ് കൊല്ലപ്പെടുന്നു. തുലിക ഫാനിയെ നേരിടുന്നു. അയാൾ അവളെ മാരകമായി കുത്തി ട്രെയിനിൽ നിന്ന് വലിച്ചെറിയുന്നു. ഇത് അമൃതിനെ പ്രകോപിപ്പിക്കുന്നു. തുടർന്ന് അയാൾ കൊള്ളക്കാർക്കെതിരെ ഒരു കൊലപാതക പരമ്പര ആരംഭിക്കുന്നു. ബൽദേവിന്റെ പ്രതികാരം ഭയന്ന് തുലികയെ കൊന്നതിന് ഞെട്ടിപ്പോയ ബെനി ഫാനിയെ ശിക്ഷിക്കുന്നു. എന്നിരുന്നാലും മോചനദ്രവ്യത്തിനായി ബൽദേവിന്റെ മുഴുവൻ കുടുംബത്തെയും തട്ടിക്കൊണ്ടുപോകുക എന്ന തന്റെ യഥാർത്ഥ പദ്ധതിയിൽ ഫാനി ഉറച്ചുനിൽക്കുന്നു. അമൃത് തന്റെ ആക്രമണം തുടരുമ്പോൾ ജീവൻ ഭീഷണിയുള്ള കൊള്ളക്കാർ തങ്ങളെ ട്രെയിനിൽ നിന്ന് ഇറക്കിവിടാൻ ബെനിയോട് അപേക്ഷിക്കുന്നു. പക്ഷേ ബൽദേവിന്റെ കോപം ഇതിനകം തന്നെ അനുഭവിച്ചിട്ടുണ്ടെന്നും അതിനാൽ പുതുക്കിയ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതാണ് നല്ലതെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ബെനി അവരെ അവിടെ തന്നെ തുടരാൻ പ്രേരിപ്പിക്കുന്നു. കൊള്ളക്കാരുടെ മനോവീര്യം കെടുത്താൻ സിദ്ധിയുടെ അച്ഛൻ ഉൾപ്പെടെയുള്ള മൃതദേഹങ്ങളെ അമൃത് ഒരു കോച്ചിൽ തൂക്കിയിടുന്നു. അതേസമയം ബൽദേവ്, വിരേഷ്, ആരിഫിന്റെ സഹോദരൻ സൊഹൈൽ, മറ്റ് യാത്രക്കാർ എന്നിവർ മറ്റു കോച്ചുകളിലേക്കുള്ള പ്രവേശനം തടയുകയും നെറ്റ്വർക്ക് ജാമറുകൾ കാരണം ഹൈജാക്കിങ്ങിനെക്കുറിച്ച് മുമ്പ് അറിയാത്ത റെയിൽവേ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്യുന്നു.
ഫാനിയും മറ്റുള്ളവരും പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. വെടിയേറ്റ് കഷ്ടിച്ച് രക്ഷപ്പെടുന്നു. അമൃത് വീണ്ടും സിദ്ധിയെ കണ്ടുമുട്ടുകയും ക്രൂരമായ പോരാട്ടത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. സിദ്ധി അമൃതിനെ കീഴടക്കി ട്രെയിനിൽ നിന്ന് എറിയാൻ പോകുമ്പോൾ ആരിഫും സൊഹൈലിന്റെയും മാതാപിതാക്കൾ പിന്നിൽ നിന്ന് സിദ്ധിയെ ആക്രമിക്കുകയും ചുറ്റികമുന ഉപയോഗിച്ച് തലയോട്ടിയിൽ ഇടിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു. അഹാനെയും വിരേഷിനെയും പോലീസ് രക്ഷപ്പെടുത്തുന്നു. ബൽദേവുമായി വീണ്ടും ഒന്നിക്കുന്നു. എന്നാൽ ട്രെയിനിൽ കയറിയ ഫാനിയും മറ്റ് 2 കൊള്ളക്കാരും വീണ്ടും പോലീസിനെ ഇല്ലാതാക്കി അവരെ ബന്ദികളാക്കുന്നു. ഈ പ്രക്രിയയിൽ ദുർബലനും പരിക്കേറ്റതുമായ ഒരു വിരേഷിനെ കൊല്ലുന്നു. ഇരുണ്ട ഒരു കോച്ചിൽ പോരാടുന്നതിനിടയിൽ അമൃത് രവിയെ കൊലപ്പെടുത്തുന്നു. എന്നിരുന്നാലും ഒരു യാത്രക്കാരനായി വേഷമിട്ട ഒരു കൊള്ളക്കാരൻ അയാളെ വഞ്ചിക്കുകയും പുറത്താക്കുകയും ബൽദേവിനെ ബന്ദിയാക്കുകയും ചെയ്യുന്നു. വീരേഷിന്റെ മരണത്തെക്കുറിച്ച് ഫാനി അമൃതിനെ പരിഹസിക്കുകയും ബൽദേവിനെ കൊല്ലാത്തതിനെ ചൊല്ലി ബെനി അവനുമായി തർക്കത്തിലേർപ്പെടുകയും ചെയ്യുമ്പോൾ അമൃത് കുഴപ്പങ്ങൾ മുതലെടുത്ത് ബെനി ഉൾപ്പെടെയുള്ള അവസാനത്തെ കൊള്ളക്കാരുമായി ഇടപഴകുന്നു. ലൈറ്റർ ഫ്ലൂയിഡും ഒരു സിപ്പോയും ഉപയോഗിച്ച് അവന്റെ തല മുഴുവൻ കത്തിക്കുന്നു. ഒടുവിൽ അമൃത് അവശേഷിക്കുന്ന ഏക കൊള്ളക്കാരനായ ഫാനിയെ നേരിടുന്നു. തുലികയെക്കുറിച്ച് പരിഹസിക്കുന്നതിനിടയിൽ ഫാനി അവനെ ആവർത്തിച്ചു കുത്തുന്നു. പക്ഷേ ഒടുവിൽ അമൃത് മേൽക്കൈ നേടുന്നു. ചുറ്റികയും മുഷ്ടിയും ഉപയോഗിച്ച് അവനെ കൊല്ലുന്നു. ഉത്തർപ്രദേശിലെ പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ റെയിൽവേ സ്റ്റേഷനിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും പാരാമെഡിക്കുകളും ട്രെയിനിൽ കയറി യാത്രക്കാരെ രക്ഷിക്കുമ്പോൾ ഗുരുതരമായി പരിക്കേറ്റ അമൃത് ഒരു ബെഞ്ചിൽ ഇരുന്ന് തന്റെ അരികിലിരിക്കുന്ന തുലികയെ ഭ്രമിപ്പിക്കുന്നു. ഇതുപോലെ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.